നമസ്കാരം. 2025 തുലാം ലഗ്നക്കാർക്കും തുലാം രാശിക്കാർക്കും എങ്ങനെയുള്ളതായിരിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. 2025 മെയ് മാസത്തിലാണ് പ്രധാനപ്പെട്ട ഗ്രഹം ആയിട്ടുള്ള വ്യാഴവും അതുപോലെ രാഹു കേതുക്കളുടെയും ഒരു മാറ്റം. മാർച്ച് അവസാനത്തോടു കൂടി ശനി മീനത്തിൽ പ്രവേശിക്കുന്നതാണ്. തുലാം ലഗ്നം രാശിക്കാരുടെ 6-ാം ഭാവത്തിലേക്കാണ് ശനിയുടെ ഗോചരം. അതുപോലെ നിങ്ങളുടെ 9-ാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ ഗോചരം. കൂടാതെ നിങ്ങളുടെ 3-ാം ഭാവത്തെയും 5-ാം ഭാവത്തെയും അതുകൂടാതെ നിങ്ങളുടെ ലഗ്നത്തെയും ചന്ദ്രരാശിയാണെങ്കിൽ ചന്ദ്രരാശിയും ഒക്കെ ദൃഷ്ടി ചെയ്യുന്നതുമായിരിക്കും വ്യാഴം. അതുകൂടാതെ കേതു നിങ്ങളുടെ 11-ാം ഭാവത്തിലേക്ക്, രാഹു 5-ാം ഭാവത്തിലേക്കും ഗോചരം ചെയ്യുന്നുണ്ട്. അപ്പോൾ രാഹുവിൻ്റെ ഒരു വരവ്, പ്രധാനപ്പെട്ട ഈ ഗോചരങ്ങളുടെ ഒരു ഒരു ഇഫക്റ്റ് എന്നത്, പ്രഭാവം എന്നത് നിങ്ങളുടെ 5-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടിയാണെങ്കിലും, അതുപോലെ ശനിയുടെ രാശിയിൽ, അതുപോലെ കുംഭത്തിൻ്റെ കോറൂളർ കൂടിയായിട്ടുള്ള ഒരു രാഹുവിൻ്റെ വരവ്, കുംഭത്തിലേക്കുള്ള വരവ്, നിങ്ങളുടെ 5-ാം ഭാവത്തിലേക്കുള്ള വരവ്, മീഡിയയിൽ പ്രവർത്തിക്കുന്നവർക്ക്, സിനിമ, അതുപോലെ സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ട് ഇരിക്കുന്നവർക്ക്, സ്വന്തം പാഷനെ പ്രൊഫഷനാക്കിയിട്ടുള്ള ആൾക്കാർക്ക്, ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർക്ക്, ദീർഘകാലമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു പേര് വേണ്ട വിധം ലഭിക്കാതിരുന്ന ആൾക്കാർക്കൊക്കെ ഒരു ലിഫ്റ്റ് തരുന്ന സമയമാണ്. അതായത് നിങ്ങളുടെ ഒരു കലാകാരൻ, എഴുത്തുകാരൻ, അല്ലെങ്കിൽ ഒരു IT പ്രൊഫഷണൽ, മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവർ, അതുപോലെ പിന്നണി പ്രവർത്തകർ, സിനിമയിലേക്ക്, സംഗീതം തുടങ്ങിയ കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശരിക്കും ആ ഒരു നിങ്ങൾക്ക് ലൈം ലൈറ്റിൽ വരാൻ പറ്റുന്നൊരു സമയമാണത്. വ്യാഴത്തിൻ്റെ നിങ്ങളുടെ ലഗ്നത്തിലേക്ക്, ചന്ദ്രരാശിയാണെങ്കിലും തുലാം ലഗ്നമാണെങ്കിലും അതിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിലും, നിങ്ങളുടെ 5-ാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിലും, 3-ാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിലും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ ഒരു വിദേശ ടച്ച് ഉണ്ടായിരിക്കും, ഒരു ഫോറിൻ ടച്ച് ഉണ്ടായിരിക്കും. ഇപ്പോൾ ജോലിയാണെങ്കിൽ വിദേശത്ത് ജോലി, പഠിക്കാനാണെങ്കിൽ വിദേശത്ത് പഠിക്കാനായിട്ട്, അതുപോലെ ഒരു പ്രണയബന്ധമായിട്ട് വരികയാണെങ്കിൽ, ഒരു വ്യക്തി ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ കൾച്ചറിൽ നിന്ന് വ്യത്യാസമുള്ളൊരു വ്യക്തി വരാനുള്ളൊരു സാധ്യത, അങ്ങനെ ഒരു വ്യത്യസ്തത ഉള്ള ഒരു സമയമായിരിക്കും. പിന്നെ എന്ത് ഗോചരത്തിൻ്റെ ഫലം എന്നത് നിശ്ചയിക്കുന്നത് നിങ്ങളുടെ ദശാകാലമാണ്. നമ്മുടെ ദശാകാലമാണ് നമ്മുടെ കർമ്മഫലം എന്നത് കാണിക്കുന്നത്. അപ്പോൾ തുലാം ലഗ്നക്കാരന് രാഹുവിൻ്റെ മഹാദശയാണെങ്കിൽ, വ്യാഴത്തിൻ്റെ ദശയാണെങ്കിൽ ഇതൊക്കെ വളരെ പ്രോമിനൻ്റായിട്ട് അനുഭവപ്പെടാൻ കഴിയും. അതുപോലെ തുലാം രാശിക്കാർക്കാണെങ്കിലും ദശയാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ ഏത് മഹാദശ, അന്തർദശ കാലങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, ഈ ദശാനാഥനിൽ നിന്ന് ഗോചരത്തിലെ ഗ്രഹങ്ങൾ എവിടെയിരിക്കുന്നു, നിങ്ങളുടെ ജാതകത്തിലെ ശനിയിൽ നിന്ന് ഈ ഗോചരത്തിലെ ശനി എവിടെയിരിക്കുന്നു എന്നതിനൊക്കെ അനുസരിച്ചിട്ടാണ് ഫലം. ഇവിടെ വളരെ ജനറലായിട്ടുള്ള സാധ്യതകളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതിനെ ഒന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. മേജർ ഡിസിഷൻ എന്നത് നിങ്ങളുടെ ജാതകപ്രകാരമാണ് എടുക്കേണ്ടത്. നിങ്ങളുടെ കുടുംബ ജ്യോത്സ്യരെ കണ്ടിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഗ്രഹങ്ങളിങ്ങനെ പലതും തരാൻ ഇരിക്കുകയാണ്. അപ്പോൾ വലിയൊരു ആശ്വാസം എന്നത് അഷ്ടമത്തിൽ നിന്ന് വ്യാഴം മാറിയിട്ട് 9-ാം ഭാവത്തിലേക്ക് പോകുന്നു എന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് നിങ്ങളുടെ ഗുരുക്കന്മാരുടെ, ടീച്ചേഴ്സിൻ്റെ, വെൽ വിഷേഴ്സിൻ്റെ, നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഒരു സപ്പോർട്ട് ലഭിക്കും. പിന്നെ തുലാം ലഗ്നം, തുലാം രാശി എന്ന് പറയുമ്പോൾ അവിടെ വ്യാഴം നിങ്ങളുടെ 3-ഉം 6-ഉം ഭാവത്തിൻ്റെ അധിപനാണ്. അപ്പോൾ ശുക്രനാണ് തുലാം രാശിയുടെ അധിപൻ എന്നത്. അപ്പോൾ ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട് ആശയപരമായിട്ടുള്ള. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നേരത്തെ തന്നെ ഭക്തി, ആരാധന, സാധനകൾ ചെയ്തിരുന്നവർക്ക് തീർച്ചയായിട്ടും വ്യാഴം ഇവിടെ ഇടവത്തിലുണ്ടായിരുന്ന സമയത്ത് എത്രമാത്രം ആരാധനകൾ ചെയ്തു അവർക്കൊക്കെ വളരെ ബെനിഫിറ്റാണ്. ഇവിടെ വ്യാഴം എന്നത് ശരിക്കും ആധ്യാത്മിക കാര്യങ്ങളിലും പലതരത്തിലും നമ്മുടെ ആ ഒരു നമ്മൾ എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തു മറ്റുള്ളവർക്ക്. കാരണം നിങ്ങളുടെ സേവാഭാവമാണ് ഈ 6-ാം ഭാവം എന്ന് പറയുമ്പോൾ, നമ്മളുടെ ഒരു സേവന മനോഭാവമാണ്. അപ്പോൾ എത്രമാത്രം നല്ല ഇൻറ്റൻഷനോട് കൂടി നിങ്ങൾ സേവനം ചെയ്തു, അതിൻ്റെ ഫലം, ആ പുണ്യം ശരിക്കും അനുഭവിക്കാൻ കഴിയുന്നൊരു സമയമായിരിക്കും. അത് ഒരുപക്ഷെ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ഒരാളെ പോലും നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു രോഗിയായിട്ടുള്ള ഒരാളെ നിങ്ങൾ പല തിരക്കുകൾക്കിടയിലും നിങ്ങൾ ശുശ്രൂഷിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഏത് പ്രായത്തിലുള്ള ആളാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ മാനസികമായിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് ഇമോഷണൽ സപ്പോർട്ടായിക്കോട്ടെ, ധനപരമായിട്ടുള്ള സപ്പോർട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വിദ്യ നേടാനായിട്ട്, വിദ്യ എന്ന് ഞാനിവിടെ പറയുമ്പോൾ അത് ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള
ഒരു ക്വാളിഫിക്കേഷനേക്കാളും ഞാൻ ഉദ്ദേശിക്കുന്നത് ആധ്യാത്മിക ജ്ഞാനം നേടാൻ എത്രമാത്രം നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, അതായത് നിങ്ങൾ സത്സംഗങ്ങളിലൊക്കെ പോയിട്ട് എത്രമാത്രം ജ്ഞാനം ഗ്രഹണം ചെയ്തിട്ടുണ്ട്, എത്രമാത്രം തീർത്ഥയാത്രകൾ ചെയ്തിട്ടുണ്ട്, സാധനകൾ ചെയ്തിട്ടുണ്ട്, തപം ചെയ്യുക എന്ന് പറയാറില്ലേ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലം തീർച്ചയായിട്ടും വ്യാഴം തരുന്നതാണ്. അതുപോലെ നിങ്ങളുടെ പൊതുവേ തുലാം ലഗ്നം, തുലാം രാശിക്കാർ വളരെ നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്നവരാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ 2ഉം 3ഉം ഭാവങ്ങളിൽ പാപഗ്രഹങ്ങളില്ലെങ്കിൽ, ചൊവ്വയുടെ സ്വാധീനമില്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കുന്നവരാണ്. ശുഭഗ്രഹങ്ങളുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല സംസാരമായിരിക്കും. ഇവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഒരു എന്താ പറയുക, ഒരു ആയുധമാക്കി ഉപയോഗിക്കാം. അതായത് അതിനെ വളരെ കാര്യങ്ങൾ എത്ര പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ജീവിതത്തിൽ ഉണ്ടായിട്ട് വരികയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സംഭാഷണ ചാതുര്യം ഉപയോഗിച്ചിട്ട്, നിങ്ങളുടേതായിട്ടുള്ള ഒരു ശൈലി ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ അറിവ് കൊണ്ട്, നിങ്ങളുടെ അനുഭവ പരിചയം കൊണ്ട് മറ്റുള്ളവരെ നേർവഴി കാണിക്കാൻ കഴിയുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗോചരം എന്നത് മാർക്കറ്റിംഗ് ഫീൽഡിലുള്ളവർ, ബാങ്കിങ് സെക്ടറിൽ പ്രവർത്തിക്കുന്നവർ, അധ്യാപകർ, അതുപോലെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, നൃത്ത അധ്യാപകർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് മൊത്തത്തിൽ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ അതിനൊക്കെ നല്ല സമയമാണ്. അപ്പോൾ നേരത്തെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കണം എന്നൊരു ചിന്തയുണ്ടായിരുന്നുവെങ്കിൽ, അത് ഏത് പ്രായത്തിലുള്ള ആളാണെങ്കിലും തീർച്ചയായിട്ടും ഇവിടെ ദശാകാലങ്ങൾ മുഖ്യമാണ്. ഞാൻ ഗോചരത്തിലെ കാര്യമാണ് പറയുന്നത്. ദശ അനുകൂലമല്ലെങ്കിൽ നമുക്ക് ഗോചരത്തിൽ എത്ര നല്ല അനുഭവങ്ങൾ ഗ്രഹങ്ങൾ തരാൻ ഉദ്ദേശിച്ചാലും നമ്മുടെ ദശ, നമ്മുടെ സമയം എന്ന് പറയുന്നില്ലേ, അത് നമ്മുടെ കർമ്മഫലമാണ് ആ ദശാകാലം എന്നത്, പൂർവ്വജന്മങ്ങളിലെ കർമ്മഫലം. അതിൽ പിതൃക്കളുടെ കർമ്മമൊക്കെ വരും. അപ്പോൾ ദശാകാലങ്ങൾ സപ്പോർട്ടീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ നല്ല സമയമാണ്. ഇപ്പോൾ ഒരു എന്താ പറയുക, വിവാഹം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയ ശേഷവും കുറച്ചൊരു ഗ്യാപ്പൊക്കെ വന്ന ശേഷവും ഒരു സ്ത്രീ ആണെങ്കിലും അല്ലെങ്കിൽ പുരുഷനാണെങ്കിലും ഒരു ഗ്യാപ്പ് വന്ന ശേഷം വീണ്ടും എന്തെങ്കിലും പഠിക്കണം, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനായിട്ടോ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ അതിലൂടെ അല്ലാതെയും നമ്മൾ പഠിക്കുന്ന കോഴ്സുകളുണ്ടല്ലോ, അതിനൊക്കെ ആണെങ്കിലും പഠിക്കാനുള്ള സമയമുണ്ട്. ഇനിയൊരു പരമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും അതിനും സമയമുണ്ട്. അതുപോലെ പലതരത്തിലും നിങ്ങളുടെ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ സമയമുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ സാധാരണ ഒരു ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഈ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. രാഹു ഇവിടെ ഫലം തരണമെങ്കിൽ നിങ്ങളുടെ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. വ്യാഴവും അത് തന്നെയാണ് പറയുന്നത്. അവർ തമ്മിലൊരു ത്രികോണ സംബന്ധവും വരുന്നുണ്ട്. ആ ത്രികോണ സംബന്ധം തീർച്ചയായിട്ടും നിങ്ങളുടെ ലഗ്നവുമായിട്ടും, ചന്ദ്രരാശിയാണെങ്കിൽ ചന്ദ്രരാശിയുമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അത് വളരെയധികം ഇഫക്റ്റീവാണ്. ഇപ്പോൾ ചെയ്യുന്ന കർമ്മഫലം ഇപ്പോൾ ലഭിച്ചില്ലെങ്കിലും അത് പിന്നീട് ലഭിക്കുന്നതായിരിക്കും. അതായത് നിങ്ങളൊരു 25-30 വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഭാവിയിലേക്ക് പഠിച്ചു വെക്കാൻ പറ്റുന്നൊരു സമയമാണ് അത്. നിങ്ങളുടെ കുറേ അങ്ങോട്ടുള്ള എക്സ്പീരിയൻസ് വർദ്ധിക്കുമ്പോൾ ഈ കഴിവ് കൂടി അവിടെ ചേർത്ത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. വിദേശത്ത് നിന്ന് അവസരങ്ങൾ വരുന്നതാണ്. വിദേശത്ത് ജോലി ചെയ്യാൻ, അതുപോലെ വിദേശത്ത് പോയി പഠിക്കാനും അവസരങ്ങൾ വരുന്നതാണ്. പ്രണയബന്ധങ്ങൾക്കൊരു സപ്പോർട്ടുണ്ട്. എന്നാലും രാഹുവിൻ്റെ സ്വാധീനം അത്ര നല്ലതല്ല. കാരണം ഇവിടെ പ്രണയബന്ധത്തിൽ ചീറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഗാംബ്ലിങ് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്. അങ്ങനെ ഒരുപാട് സ്റ്റോക്ക് മാർക്കറ്റിലും കാര്യങ്ങളിലും എന്താ പറയുക, നിയന്ത്രണമില്ലാതെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നിക്ഷേപിക്കുമ്പോൾ ഒക്കെ സൂക്ഷിക്കണം. ഇവിടെ ഒരു സഡൻ ഫോൾ വരാൻ സാധ്യതയുണ്ട്. രാഹു ഒരുപാട് ആദ്യം കൊണ്ടുതരും, ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാനും, അത് മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടൊക്കെ ആയിരിക്കും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളുടെ കുംഭത്തിൽ ഏത് ഗ്രഹം ഇരിക്കുന്നു, അതുപോലെ തുലാം രാശിയാണെങ്കിൽ നിങ്ങളുടെ ലഗ്നത്തിൽ നിന്ന് കുംഭം എവിടെ വരുന്നു എന്നതിനൊക്കെ അനുസരിച്ചിട്ട് കുംഭത്തിൽ ഏത് ഗ്രഹം ഇരിക്കുന്നു, അതുപോലെ ഈ രാഹുവിൻ്റെ ത്രികോണത്തിൽ ഏത് ഗ്രഹങ്ങൾ ഇരിക്കുന്നു, അതിനൊക്കെ അനുസരിച്ചിട്ടാണ് ഫലം വരിക. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പ്രേരണയാൽ നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ പോകുമ്പോഴും, മറ്റുള്ളവരുടെ പ്രേരണയാൽ നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോഴും, വലിയ വലിയ എമൗണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. രാഹു ഇവിടെ ആദ്യം ഒരു വലിയൊരിതൊക്കെ കാണിക്കും നമുക്ക്. ഈ വഴിക്ക് പോകാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ, നല്ല ലാഭമുണ്ട്. അപ്പോൾ ഇനിയും ഇൻവെസ്റ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഇനിയും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കും. അങ്ങനെയാണ് പാപഗ്രഹങ്ങളുടെ ഒരു സ്വഭാവം. അതിൽ രാഹുവാണ് മിടുക്കൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. അത് ശരിക്കും ഭോഗത്തിനെ, ലസ്റ്റിനെ, എന്താ പറയുക, എന്തും അമിതമായിട്ടുള്ളതിനെ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു അത്യാഗ്രഹം പോലെ എന്ന് പറയാം. ഒരുപാട് ആഗ്രഹം അങ്ങനെ വർദ്ധിപ്പിക്കും. അപ്പം നമുക്കൊരു ലിമിറ്റ് ഉണ്ടാവില്ല, അത് ഏത് കാര്യത്തിലും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. മറ്റുള്ളവരുടെ പ്രേരണയാൽ എന്താണ് ഇതുകൊണ്ട്, ഞാൻ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ തൃപ്തനല്ല,
അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ? ആദ്യം കുറച്ച് ലാഭം വരുമ്പോഴും നമ്മളൊന്ന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പഠിക്കേണ്ടതാണ്. ഈ രാഹു അത് പഠിപ്പിക്കും 1.5 വർഷം കൊണ്ട്. അതൊരു എഡ്യൂക്കേഷൻ, ഒരു ക്വാളിഫിക്കേഷൻ നേടുന്നതിനുള്ള ഒബ്സഷൻ ആയാൽ പോലും ഒരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ, അതിനിടയിൽ വേറെയും കുറേ കാര്യങ്ങൾ പാരലലി നിങ്ങൾക്ക് ചെയ്യാൻ തോന്നും. അതുകൊണ്ട് ഒരു മിനിറ്റ് നിന്നിട്ടൊന്ന് ആലോചിക്കണം. ഞാനിപ്പോൾ ഇന്ന കാര്യം പഠിക്കുന്നുണ്ട്, അപ്പോൾ ഇത് തീർന്നിട്ട് പോരെ? പാരലലി ഞാൻ 2-3 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യണോ? അല്ലെങ്കിൽ എൻ്റെ ജോലിയും ഈ 2-3 കോഴ്സുകളും എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്തിനാണ് ഇത്? ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ രാഹു ത്രികോണങ്ങളെ സംബന്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബുദ്ധിയെ ഒന്നത് ഒരു പുകപടലം സൃഷ്ടിക്കും. അവിടെയാണ് 9-ാം ഭാവത്തിലിരിക്കുന്ന വ്യാഴത്തിൻ്റെ ഒരു സപ്പോർട്ട് ലഭിക്കുക നിങ്ങൾക്ക്. അതുകൊണ്ട് നല്ലൊരു ഗുരു ഉപദേശം ലഭിക്കുന്നതാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബ ജ്യോത്സ്യരെ കണ്ടിട്ട് വേണ്ട വിധം അഭിപ്രായങ്ങളൊക്കെ ഉപദേശങ്ങളൊക്കെ തേടേണ്ടതാണ്. അപ്പോൾ മൊത്തത്തിൽ നല്ലത് തന്നെയാണ്. ഇവിടെ ആ ഒരു പറ്റിക്കപ്പെടാൻ, അതുപോലെ പ്രണയബന്ധങ്ങളിലും ഈ ഒരു സമയത്ത് 2025 ഒരു മെയ് മാസം തൊട്ട് പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞു നിങ്ങളുടെ ദശാകാലമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ വരുന്ന ഒരു പ്രപ്പോസലാണെങ്കിലും അതുപോലെ നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴും നിങ്ങളെ തന്നെ വിവാഹം കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണം. ചില ജാതകങ്ങളിൽ അങ്ങനെ നമ്മൾ വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഭാവിയിൽ വലിയ എന്താ പറയുക, ഒരു നെഗറ്റീവ് ഇഫക്റ്റ് സൃഷ്ടിക്കാറുണ്ട്. അതൊരു കർമ്മഫലമായിട്ട് വരും. ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ. തുലാം നിങ്ങളുടെ രാശി അല്ലെങ്കിൽ തുലാം ലഗ്നമാണെങ്കിൽ ഒന്നുകൂടി അത് ശുക്രൻ്റെ രാശിയാണ്, റിലേഷൻഷിപ്പിനെ കൂടി സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പിൽ പറ്റിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു തരത്തിൽ രാഹു നിങ്ങൾക്ക് ഫെയിം തരാൻ, പ്രശസ്തി തരാൻ, പെട്ടെന്നുള്ള പ്രശസ്തി തരാൻ, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഫീൽഡുകളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് പ്രശസ്തി തരാനൊക്കെ ഒരു കാരണമാകുന്നുണ്ട്. പക്ഷെ നമ്മളൊരു കൺട്രോൾഡ് ഒരു അപ്രോച്ചിൽ പോകുന്നത് നല്ലതാണ്. നമ്മൾ ഒരുപാട് ഈ മായയിൽ പെട്ടുപോകരുത്. ഇന്നലെ വരെ ഞാൻ ഇങ്ങനെയായിരുന്നു, ഇന്നും എനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല, അതൊക്കെ അങ്ങനെ നടക്കുന്നുള്ള രീതിയിൽ പോകണം. നമ്മളതിനെക്കുറിച്ച് വിനയത്തോടെ കാണണം. വിനയം എന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. നമ്മളങ്ങനെ ഒരു അഭിനയിക്കുന്നത് പോലെയല്ല. വിനയം എങ്ങനെ പ്രകടിപ്പിക്കുന്നതിലൂടെ കാര്യമല്ല. പക്ഷേ രാഹു ഇവിടെ നിങ്ങൾക്ക് കുറച്ച് അഹംഭാവം കൊണ്ടുതരും. കാരണം 5-ാം ഭാവം എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ഉയർച്ച, ഒരു പ്രൊമോഷൻ, ഒരു എന്താ പറയുക, ട്രാൻസ്ഫറോട് കൂടി പ്രൊമോഷൻ ലഭിക്കുക, ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് മാറാൻ പറ്റുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ രാഹു കൊണ്ടുതരാൻ കഴിയും. കാരണം രാഹു കുംഭത്തിൻ്റെ അധിപനാണ്. കുംഭം എന്ന് പറഞ്ഞാൽ തന്നെ ഇച്ഛാപൂർത്തിയാണ്, ഡിസയർ ഫുൾഫിൽമെൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ ദശാകാലത്തിനനുസരിച്ചിട്ട് നല്ല ഫലങ്ങൾ തരാൻ രാഹുവിന് കഴിയും. പക്ഷെ അതേസമയം ലസ്റ്റ് വർദ്ധിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ്. ആ ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ശനി 6-ാം ഭാവത്തിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ആ മീനത്തിൻ്റെ ക്വാളിറ്റി എന്നത് മോക്ഷഭാവമാണ്, നഷ്ടരാശിയാണെന്ന് പറയാം. സ്വപ്നങ്ങളുടെ രാശിയാണ്, വിദേശമാണ്, ഹോസ്പിറ്റലാണ്, ജയിലാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ ദിവാസ്വപ്നമായാലും രാത്രിയിലെ സ്വപ്നമായാലും നമ്മളങ്ങനെ മതിമറന്നു പോകുന്ന, നമ്മൾ പ്ലാൻ ചെയ്യാതെ സംഭവിക്കുന്ന ചിന്തകളാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അഗാധമായ കടലാണ്. അതുപോലെ നഷ്ടമാണ്, മോക്ഷം, മുക്തി, ഗുരുവിൻ്റെ ആശ്രമത്തെയൊക്കെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ 6-ാം ഭാവത്തിലേക്ക് ശനി പോകുമ്പോൾ നിങ്ങളുടെ 4-ഉം 5-ഉം ഭാവത്തിൻ്റെ അധിപനാണ്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം മടി പിടിക്കാതിരിക്കുക. ഇപ്പോൾ ഒരു കലാകാരനാണെങ്കിൽ, ഒരു യങ്സ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അധ്വാനിക്കേണ്ട സമയമാണ്. ശനി പൊതുവേ ഇവിടെ കുറച്ച് മടി പിടിപ്പിക്കും, ദശാകാലങ്ങൾക്കനുസരിച്ചിട്ടാണ്. അപ്പം അവിടെ മീനത്തിൽ മറ്റ് ഗ്രഹങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവം കൂടി അവിടെ കാണാം. അപ്പോൾ ദശ അന്തർദശകളിലും ജാതകത്തിലെ ഗ്രഹങ്ങളും ദശ അന്തർദശകളും മുഖ്യമാണ് നമ്മുടെ ഏത് കാര്യവും പറയുമ്പോഴും. പക്ഷേ ശനി ഇവിടെ നിങ്ങൾക്ക് ആധ്യാത്മിക ജ്ഞാനം ഉറപ്പായിട്ടും തരും. കാരണം വ്യാഴത്തിൻ്റെ രാശിയാണ്. വ്യാഴം 9-ാം ഭാവത്തിലിരിക്കുന്നുണ്ട്. അതുപോലെ ശനിയുടെ ഒരു രാശിയെ സ്വാധീനിക്കുന്നുമുണ്ട്. അപ്പോൾ എന്തൊക്കെ നിങ്ങൾ ആധ്യാത്മികമായിട്ട് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു അതൊക്കെ ഈ ശനിക്ക് കൊണ്ടുതരാൻ കഴിയും. നിങ്ങളൊരു പുതിയ വിദ്യ അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നുവോ, ഏതെങ്കിലും തരത്തിലൊരു ആധ്യാത്മിക ഗുരുവിനെ തേടി നടന്നിട്ട് അത് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഇതുവരെയെങ്കിൽ അത് കിട്ടാനായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. അതുപോലെ നിങ്ങൾക്ക് വിദേശത്ത് ജോലിക്കാണെങ്കിലും എല്ലാത്തിനും നല്ലതാണ്. പക്ഷേ ശനി കുറച്ച് ഇവിടെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യിപ്പിക്കും നമ്മളെക്കൊണ്ട്. പതുക്കെ ആവാം, പിന്നെ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ ശരിക്കും ഒരു ജലതത്വ രാശിയാണ്, ആധ്യാത്മികതയുടെ രാശിയാണ്. അവിടെ ശനിയെപ്പോലെ ഉള്ളൊരു കർമ്മകാരകനായിട്ടുള്ള ഗ്രഹം പോകുമ്പോൾ ഒരു റെസ്റ്റിംഗ് മോഡിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ എനിക്ക്
ഈ ജോലി മതിയാക്കണം അല്ലെങ്കിൽ വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കണം എന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അതിനുള്ളൊരു സമയമല്ല നിങ്ങളുടെ പ്രായം ചെറുതാണെങ്കിൽ. കാരണം എന്ന് വെച്ചാൽ കൂടുതൽ അധ്വാനിക്കണം. ഇവിടെ കുംഭത്തിൽ രാഹു വന്നിരിക്കും. അത് ശരിക്കും ഉപയോഗിക്കേണ്ടതാണ്. നമുക്കവിടെ നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് മീഡിയയിലും അതുപോലെ പബ്ലിക്കിന് മുന്നിൽ അപ്പിയർ ചെയ്യേണ്ടതൊരു സമയമാണ്. നിങ്ങൾ ഏത് ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് അവിടെ ഒരു ശ്രദ്ധ നേടിത്തരാൻ ഈ രാഹുവിന് കഴിയും. അതേസമയം ഈ രാഹുവിനെ ഒന്ന് നിയന്ത്രിക്കാനുള്ളൊരു നമ്മുടെ മനസ്സിന് അത് കഴിയണം. നമ്മളങ്ങനെ മതിമറന്നു പോകരുത്. പുറമേ ആൾക്കാർ ഇന്ന് പ്രശംസിക്കും, നാളെ പ്രശംസിച്ചിട്ടില്ല എന്ന് വരും. അതുകൊണ്ട് നമ്മളെപ്പോഴും അതിലങ്ങനെ ഒഴുകി പോകരുത്. ആൾക്കാരെന്ത് പറയുന്നു എന്നത് ഒക്കെ നിങ്ങളുടെ ഇഷ്ടദൈവത്തിന് ഭഗവാന് സമർപ്പിക്കുക. ഇന്നലെ എന്തായിരുന്നു എന്നതും അങ്ങയുടെ ലീലയായിരുന്നു, ഇന്നും അങ്ങയുടെ ലീല തന്നെയാണ്. നാളെ എന്താണ് കരുതി വച്ചിരിക്കുന്നത് എന്നതും അങ്ങേക്ക് മാത്രമേ അറിയൂ. ഞാനിതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ആ ഒരു രീതിയിൽ ഇരിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. നമ്മൾ എത്ര വലിയ ഫീൽഡിൽ എന്ത് വലിയ പോസ്റ്റിലിരിക്കുന്ന ആളാണെങ്കിലും ഇത് മനസ്സിൻ്റെ ഒരു എന്താ പറയുക, ഒരു ചിന്തയായിരിക്കണം. നമ്മുടെ ഒരു ഇൻറ്റേർണൽ അഫെയർ ആയിരിക്കണം. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഉള്ളിലെ കാര്യമാണത്. പുറമെ നിങ്ങൾ എങ്ങനെ ഡ്രസ്സ് ചെയ്താലും, തുലാം ലഗ്നക്കാരാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ രാഹു ഇങ്ങനെയുള്ള പ്ലേസ്മെൻറ്റിൽ വന്നിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെൽ ഡ്രസ്ഡ് ആയിട്ടിരിക്കാൻ, കുറച്ചുകൂടി മോഡേണൈസ് ചെയ്ത് ഡ്രസ്സ് ചെയ്യാനൊക്കെ. കാരണം ത്രികോണ സംബന്ധമുണ്ട് ലഗ്നവുമായിട്ട് വ്യാഴത്തിനും എന്താ പറയുക രാഹുവിനൊക്കെ. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈലിൽ കോൺഷ്യസ് ആവുന്നതായിരിക്കും. ആൾക്കാർ എന്തു പറയുന്നു എന്നൊന്നും നിങ്ങൾ ഇനി ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അത് തീർച്ചയായിട്ടും ഇവിടെയും ഞാൻ പറയുന്നു, ജാതകത്തിലെ ഗ്രഹങ്ങൾ, ദശാകാലം, അതുപോലെ ഇവിടെ തുലാം ലഗ്നക്കാർക്കും തുലാം രാശിക്കാർക്കും ഇത് നോക്കി കാണാവുന്നതാണ്. പക്ഷെ നിങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള ലഗ്നം വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരും. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ജാതകമാണ് പ്രധാനം. അതിലിരിക്കുന്ന ഗ്രഹങ്ങൾ ആണ് പ്രധാനം. അപ്പോൾ ഇത് ഒരു പ്രത്യേക രീതിയിൽ നമ്മുടെ ഒരു ഡ്രസ്സിങ് സെൻസിനെയൊക്കെ ഒരു ചേഞ്ച് വരും. നമ്മളെങ്ങനെ വേഷം ധരിക്കുന്നു, വ്യത്യസ്ത രീതികൾ നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ആഹാര കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം. നേരത്തെ തന്നെ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ ശ്രദ്ധിക്കണം. ഹൃദയ സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ലിവർ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ആഹാരശീലങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒരു റുട്ടീൻ ഫോളോ ചെയ്യാൻ കുറച്ച് വിഷമം വരും. എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. പിന്നെ പല ഫേക്കായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുന്നതാണ്. നിങ്ങളുടെ ആ ഒരു പുരോഗതിക്ക്, അത് ഭൗതികമായിട്ടുള്ള പുരോഗതിയാണെങ്കിലും ആത്മീയ പുരോഗതിയാണെങ്കിലും അതിന് തടസ്സമാകുന്ന ആൾക്കാർ തനിയെ വിട്ടുപോകുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ജാതകപ്രകാരം തീർച്ചയായിട്ടും ഏത് ദശ നടക്കുന്നു എന്നതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് വന്നിട്ടായിരിക്കും, ദൂരെ താമസിച്ചിട്ടായിരിക്കാം ഒരു ഗ്യാപ്പ് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ, ജീവിതം ഒരു ഒഴുക്കാണ്, അതിലങ്ങനെ നമ്മൾ മനസ്സിലാക്കുക. ഒരുപാട് അറ്റാച്ച്മെൻറ്റ് വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യവുമുണ്ട്. മറ്റൊന്ന്, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക്, നിങ്ങളുടെ ഒരു സോഷ്യൽ സർക്കിളിലേക്ക് പുതിയ ആൾക്കാർ വന്ന് ചേരുന്നതാണ്. നിങ്ങളത് എൻജോയ് ചെയ്യുന്നതുമായിരിക്കും. കാരണം ഇത് പ്രത്യേകിച്ച് കുറച്ചുകൂടി പ്രായമായിട്ടുള്ളവർക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കും, ഇത്രയും കാലം ഞാനുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് എൻ്റെ ഒരു ആത്മീയ പുരോഗതിക്ക് ചേരുന്നതല്ല, ഇങ്ങനെയൊരു ഗ്രൂപ്പ് എനിക്ക് കിട്ടിയത് നല്ലതാണ്, ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ടച്ചിൽ വന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ഒരു ഗ്രൂപ്പിനെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാലും നിങ്ങളൊരു ഐസൊലേഷനിലേക്ക് പോകും. അതായത് എത്ര പുതിയ ആൾക്കാർ ജീവിതത്തിലേക്ക് വന്നാലും നിങ്ങൾ ആ ഒരു ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന മോഡിലേക്ക് പോകാൻ ആഗ്രഹിക്കും. അത് പലതും നിങ്ങളുടെ ഒരു സ്വന്തമായിട്ടുള്ളൊരു ടൈമിന് വേണ്ടിയിട്ടായിരിക്കും. ഞാൻ ഓഫീസിലാണെങ്കിലും അല്ലെങ്കിൽ വീട്ടുകാരുടെ അടുത്താണെങ്കിലും അതുപോലെ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ആ ലൈം ലൈറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു സമയം വേണം. അതിൽ എൻ്റെ ആ ഒരു ഏകാന്തത ഇഷ്ടപ്പെടാൻ തുടങ്ങും. അതിലെ സുഖവും നിങ്ങൾ എൻജോയ് ചെയ്യും. തീർച്ചയായിട്ടും ഇവിടെ ആ ഒരു ദശാകാലങ്ങൾ മുഖ്യമാണ്. നമ്മുടെ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ടാണ് ഫലം വരുന്നത്. നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ പൊസിഷൻ അനുസരിച്ചിട്ടും ദശാനാഥനിൽ നിന്ന് ജാതകത്തിലെ ഗ്രഹങ്ങൾ, ഗോചരത്തിലെ ഗ്രഹങ്ങൾ ഒക്കെ എവിടെ ഇരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഫലം വരുന്നത്. അപ്പോൾ ഒരു ജനറലി പറയുകയാണെങ്കിൽ ഗോചരം റിസൾട്ട് തരുന്നുണ്ട്. നിങ്ങൾക്കിത് നിങ്ങളുടെ എന്താ പറയുക, തുലാം ലഗ്നക്കാരനാണെങ്കിൽ, അതുപോലെ നിങ്ങളുടെ ചന്ദ്രരാശി മറ്റൊന്നാണെങ്കിൽ ഈ 2 വീഡിയോയും കണ്ടു നോക്കുക. അത് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാനാണ്. മെയിൻ റിസൾട്ട് എന്നത് നിങ്ങളുടെ സ്വന്തം ജാതകമാണ്. ഇത് ഗോചരത്തിലെ ഒരു പോസിബിലിറ്റീസാണ്. അതുപോലെ തുലാം രാശിക്കാരാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ലഗ്നം ഏതാണ് എന്നറിയാവുമെങ്കിൽ ആ ലഗ്നത്തിൻ്റെ വീഡിയോയും കൂടി കണ്ടു നോക്കുക.
ജനറലായിട്ട് പറഞ്ഞു തരുന്നതാണ്. എന്തായാലും നമ്മുടെ ജാതകമാണ് പ്രധാനം. കാരണം നമ്മുടെ കർമ്മഫലം എന്നത് നമ്മുടെ ജാതകമാണ് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഫലം എന്നത്. ഇവിടെ ജനറലായിട്ട് ഗോചരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ കുറേയൊക്കെ ആൾക്കാർ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് തിരിയുന്ന ഒരു സമയമായിരിക്കും. പക്ഷേ അത് സൂക്ഷിക്കണം. രാഹുവിൻ്റെ ഒരു രീതികൾ അങ്ങനെയാണ്. പെട്ടെന്ന് ഒരുപാട് തന്നിട്ട് പിന്നെ ഒരു താഴേക്ക് കൊണ്ടുവരുന്ന ഒരു സ്വഭാവമാണ്. അതുപോലെ വിവാഹം ഒരുപാട് കാലമായിട്ട് വിവാഹാലോചന നടന്നിട്ട് അത് ശരിയാവുന്നില്ലെങ്കിൽ വിവാഹം ഒക്കെ നടക്കാനും സന്താനങ്ങൾക്കായിട്ടുള്ള യോഗവും ഒക്കെ തരുന്നുണ്ട്. ഇവിടെ സ്വാഭാവികമായിട്ട് ദീർഘകാലമായിട്ട് കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് ചികിത്സയിലൂടെ സ്വാഭാവികമായിട്ടുള്ള രീതിയിലായിരിക്കില്ല, ഈ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ അതിനായിട്ട് പ്രത്യേക ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ട് ഗർഭധാരണത്തിനുള്ള ഒരു സമയമായിരിക്കും കൂടുതലായിട്ടും വരുന്നത്. ഒരു പൊസിഷൻ നിങ്ങളുടെ ദശാകാലങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ദശാകാലമാണ്. നെഗറ്റീവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് തരുന്ന സമയമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു സാധ്യതയും കാണിക്കുന്നുണ്ട്. അതൊന്ന് സൂക്ഷിക്കണം. അതാണ് പറയുന്നത് ഏറ്റവും പ്രധാനമെന്നത് നമ്മുടെ ജാതകവും ദശാകാലവുമാണ്. അപ്പോൾ പെട്ടെന്ന് മേലധികാരിയുമായിട്ട് കോൺഫ്ലിക്റ്റ് വരിക, അഭിപ്രായ വ്യത്യാസം വരിക, ഇതും ശ്രദ്ധിക്കണം. ഓഫീസ് പൊളിറ്റിക്സും ഒന്ന് കരുതണം. എന്നിരുന്നാലും ഇത്രയും നാൾ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ട് ചില ആൾക്കാർ നിങ്ങളെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തിരുന്നുവെങ്കിൽ ഇനി അതിൽ നിന്നൊരല്പം ആശ്വാസം തരും. കാരണം നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആവാൻ പോവുകയാണ്. നിങ്ങളൊരു സ്റ്റാൻഡ് എടുക്കാൻ പോവുകയാണ്. ഇനി ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല, എനിക്ക് എൻ്റേതായ തന്ത്രങ്ങളുണ്ട്. അത് നിങ്ങൾ ഏത് ഫീൽഡിലാണെങ്കിലും നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ പോലും നിങ്ങളെ ഒരുപാട് ആൾക്കാർ പുറകിൽ നിന്ന് നിങ്ങളെ കുറ്റം പറയുകയും അല്ലെങ്കിൽ എന്താ പറയുക അപവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ പ്രതികരിക്കാൻ പോവുകയാണ്. ഇനി ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. പക്ഷെ അതിന് നിങ്ങളുടേതായിട്ടുള്ള നയങ്ങളും തന്ത്രങ്ങളും ഉണ്ടാകും. അതൊക്കെ കുറേയൊക്കെ ഇങ്ങനെ ഒരു അഗ്രസീവ് ആയിരിക്കില്ല, കുറച്ചുകൂടി ശാന്തിയോട് കൂടി ആയിരിക്കും. തുലാം ലഗ്നക്കാർ, തുലാം രാശിക്കാർ കുറച്ചുകൂടി ബാലൻസ്ഡാണ്. അവർ അങ്ങനെ ഒരു എന്താ പറയുക സമൂഹത്തിലൊരു ബാലൻസ് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ പെട്ടെന്ന് വഴക്കിലേക്ക് ചാടുന്നവരല്ല. തീർച്ചയായിട്ടും അത് കാണിക്കുന്നത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വയൊക്കെ വളരെ നെഗറ്റീവായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കലഹത്തിലൊക്കെ എടുത്ത് ചാടുന്നത് തന്നെയായിരിക്കും. പക്ഷേ എന്നാലും ഇവിടെ രാഹു ആ ഒരു ഡിപ്ലോമാറ്റിക് സ്കിൽ കൊണ്ടുതരും. ശത്രുവിനെയൊക്കെ വളരെ സമർത്ഥമായിട്ട് നേരിടാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഈ ഒരു സമയത്ത്, ഈ ഒരു വർഷം പ്രത്യേകിച്ച് മെയ് മാസം തൊട്ട് എന്ന് പറയാം, എന്നാൽ ഈ ഒരു വർഷം ഉഗ്രദൈവങ്ങളെ ആരാധിക്കുന്നതാണ് കൂടുതൽ നല്ലത്. കൂടുതലായിട്ട് നിങ്ങൾക്ക് ഓഫീസ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഒരുപാട് അസൂയക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉഗ്രദൈവങ്ങളെ ആരാധിക്കണം. നിങ്ങളുടെ ജാതകത്തിനനുസരിച്ചിട്ടാണ്. എന്നാലും ജനറലി ഞാൻ നരസിംഹമൂർത്തിയെ, കാലഭൈരവനെ, മഹാകാളിയെ, അങ്ങനെ ഹനുമാൻജിയെ ആണെങ്കിലും ആരാധിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ജനറലായിട്ട് തുലാം ലഗ്നം, തുലാം രാശിക്കാർക്ക് വേണ്ടി പറഞ്ഞു തരാനുള്ളത്. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. വീഡിയോ ഇതുവരെ കണ്ടതിന്, കേട്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.